കോഴിക്കോട് കക്കയത്ത് വീണ്ടും കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൃഷിയിടത്തിൽ നിന്ന വയോധികന് ഗുരുതര പരിക്കേറ്റു. കൂരാച്ചുണ്ട് ജനവാസ മേഖലയിൽ ഇന്നലെയും കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. അനഘ ഉണ്ട് വിവരങ്ങളുമായി. അനഘ, എപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്? വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് ഇത്തരത്തിലുള്ളൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. എബ്രഹാം എന്ന് പറയുന്ന 70 വയസ്സുകാരനാണ് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയിൽ കാട്ടുപോത്തിന്റെ കൊത്ത് ഏൽക്കുന്നത്. ഇദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. നിലവിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അല്പം ഗുരുതരമാണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ. ഏതായാലും കൂരാച്ചുണ്ടിലടക്കം ഇന്നലെ ഒരു കാട്ടുപോത്ത് ഉണ്ടായിരുന്നു. കാട്ടുപോത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വനവകുപ്പ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. ഈ വനപാലക സംഘത്തിന്റെ അടക്കം നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ എബ്രഹാമിനെ ആശുപത്രിയിലേക്കടക്കം എത്തിക്കാൻ സാധിച്ചത്. തോണിക്കടവ്, കരിയാത്തുമ്പ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കടക്കം ഇന്നലെ അവധി നൽകിയിരുന്നു. ഏതായാലും നിരന്തരം കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് കരിയാത്തുമ്പറയും കക്കയും തോണിക്കടവും അടക്കം ഉൾപ്പെടുന്ന ഈ കക്കയം ഭാഗം. ഏതായാലും കക്കയത്ത് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. അല്പ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു സ്കൂൾ ടീച്ചറെയും ഇത്തരത്തിൽ കാട്ടുപോത്ത് ആക്രമിച്ചിരുന്നു. നിരന്തരമായ കാട്ടുപോത്തിന്റെ സാന്നിധ്യമാണ് ഈ പ്രദേശത്ത് നിലവിൽ നേരിടുന്നത്. ഏതായാലും വനപാലക സംഘം ഇപ്പോഴും കാട്ടുപോത്തിനായിട്ടുള്ള തിരച്ചിലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.